ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇതിന്റെ മുമ്പത്തെ ഈ സീസൺ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അടിയിൽ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേരെ നമ്മൾ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ആളാണ് മിസ്റ്റർ റോബോട്ട് ബ്രോ, പിന്നെയാണ് നമ്മുടെ ഷാസ്മിൽ ബ്രോ. രണ്ടുപേരും കട്ട സപ്പോർട്ടാണ്. ഹരിഗത്തോ ഗൊസൈമസ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോയിലും ഇതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പേരെ വെച്ച് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങൾ ഇതുവരെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ ഒന്ന് കയറി കാണുക. ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ടുപേരെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. ഡീമൺ സ്ലെയർ മൂഗൻ ട്രെയിൻ എന്ന മൂവിയിൽ അവസാനം അപ്പർ മൂൺ 3 വന്ന് റെൻഗോക്കോയെ കൊന്നു കളയുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നുള്ള സീൻ തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ റെൻഗോക്കോ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞു. റെൻഗോക്കോയുടെ കൂടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെനിറ്റ്സോ, ഇനോസ്കിയും ടാൻജിറോയൊക്കെ. അങ്ങോട്ട് ഓടി വരികയാണ് ഡീമൺ സ്ലെയർ കോർപ്പിലെ ആൾക്കാർ അവരെ രക്ഷിക്കാൻ വേണ്ടി. പിന്നീട് ഒരു വീട്ടിലോട്ട് ഒരു കാക്ക പറന്നു പോകുന്നതാണ് കാണിക്കുന്നത്. അത് വേറെ ആരുടെയും വീടല്ല, നമ്മുടെ റെൻഗോക്കോന്റെ വീടാണ്. റെൻഗോക്കോ മരിച്ച വിവരം മറ്റുള്ള എല്ലാ ആഷ്റാസിനോടും പറഞ്ഞതുപോലെ തന്നെ റെൻഗോക്കോന്റെ വീട്ടുകാരോട് പറയാൻ വേണ്ടി പോവാണ് ആ കാക്ക. റെൻഗോക്കോന്റെ അനിയനെ കണ്ട് കാര്യം പറയുന്നു. അവൻ ഷോക്കായി നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ മാസ്റ്ററെയാണ്. മാസ്റ്ററിന്റെ അടുത്തോട്ട് ഇപ്പോൾ പറന്നു വരുവാണ് ഒരു കാക്ക. ആ കാക്ക ടാൻജിറോയെ പറ്റി മാസ്റ്ററോട് പറയുന്നു. ടാൻജിറോ, ആ ഡീമണെ നോക്കി, നീ ഒരു ഭീരുവാടാ. ഒരിക്കലും റെൻഗോക്കോ തോറ്റിട്ടില്ല, റെൻഗോക്കയാണ് ജയിച്ചത്. നീ ഒരു ഡീമൺ ആയതുകൊണ്ട് നിന്റെ കൈയും കാലൊക്കെ റീജനറേറ്റ് ചെയ്ത് വരും. എന്നാൽ ഞങ്ങൾ മനുഷ്യരായതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്നിട്ടും നിന്നെ പോലുള്ള ഡീമൺസിന്റെ കൂടെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നില്ലേ? ഞങ്ങളാണ് യഥാർത്ഥ ഹീറോസ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യടാ, വാടാ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത് കാണിക്കുന്നു. മാസ്റ്റർ പറയുവാണ്, തീർച്ചയായിട്ടും ടാൻജിറോ അവനക്ക് തോന്നുന്നത് പോലെ ചെയ്യട്ടെ. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ട്രെയിൻ പോകുന്നതാണ്, ഒരു പുതിയ സിറ്റി. ആ സിറ്റിയിലെ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരു ലൈബ്രറിയിലോട്ട് ഇപ്പോൾ ഒരു കുട്ടി നടന്നു വരുന്നു. സമയം രാത്രിയാണ്. ആ കുട്ടി അവിടെ ചെന്നൊരു ബുക്ക് എടുക്കുന്നുണ്ട്. ആ ലൈബ്രറിയിലെ ഓണർ ആ കുട്ടിയെ തന്നെ നോക്കി നിൽക്കുന്നു. ബുക്ക് എടുത്ത് ആ കുട്ടി തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ആ കുട്ടിയെ നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ അവൻ്റെ വീട്ടിലോട്ട് എത്തുന്നു. അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛനോടും അമ്മയോടും ഇപ്പോൾ കുറച്ച് ഗസ്റ്റൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വന്ന ആളുകൾ അവൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു കുട്ടിയെ പ്രസവിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രസവിക്കണം, എന്ത് അനുസരണയാണ്, എന്തുപോലെ പഠിക്കും, നല്ലൊരു മകനാണ് അവനെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട അച്ഛൻ പറയാണ്, അവന് ഇപ്പൊ തന്നെ വീട്ടിലെ വേലക്കാരികളോടൊക്കെ എന്തുമാത്രം നല്ല രീതിക്കാണ് സംസാരിക്കുന്നത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയധികം മെച്യൂരിറ്റിയോട് കൂടി സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. പക്ഷേ എത്ര നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനക്ക് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഡിസീസ് ഉണ്ട്. രാവിലെ ഒന്നും അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, സൂര്യപ്രകാശം മേത്ത് തട്ടാൻ പോലും പറ്റില്ല. അതുകൊണ്ട് രാത്രിയാണ് അവൻ പുറത്തിറങ്ങാറെന്ന് പറയുന്നു. പിന്നീട് ആ കുട്ടിയെ കാണിക്കുകയാണ്. അവനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുമാതിരി പൂക്കളെ പറ്റിയുള്ള ഒരു ബുക്കാണത്. പെട്ടെന്ന് അങ്ങോട്ട് ഒരാൾ കടന്നു വരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ അക്കാസയായിരുന്നു. അതെ, റെൻഗോക്കോനെ കൊന്ന അതേ ഡീമൺ. ആ ഡീമൺ അങ്ങോട്ട് വരുന്നു. ആ കുട്ടിയെ ഇപ്പം തിന്നു എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്ന സമയത്താണ് ആ കുട്ടി ഹേയ് മാസ്റ്റർ, ഞാൻ വന്നു എന്ന് പറയുന്നത്. നോക്കുന്ന സമയത്ത് ആ കുട്ടി വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സാക്ഷാൽ മൂസാൻ കിബിക്സുജി ആയിരുന്നു. അങ്ങനെ കിബിക്സുജി അവനോട് ചോദിക്കുകയാണ്, നീ പോയ കാര്യം എന്തായെന്ന്. ആ ഡീമൺ പറയുന്നു, നിങ്ങൾ പറഞ്ഞ ബ്ലൂ സ്പൈഡർ ലില്ലി കിട്ടിയില്ല. അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് തിരഞ്ഞു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു ഹാഷറയെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന മൂസാൻ, നീ കൊന്നത് വെറും ഒരു പാറ്റയാണ്. ഞാൻ നിനക്ക് തന്ന ശക്തി വെച്ച് നീ ആ ആഷറാസിനെ മൊത്തമായിട്ട് കൊല്ലണമായിരുന്നു, ആ ആഷറ ടീമിനെ മൊത്തമായിട്ട്. അതിന് നിന്നെ കൊണ്ട് പറ്റിയില്ല. വെറും ഒരു പാറ്റയെ കൊന്നിട്ട് വന്ന് സംസാരിക്കുകയാണ് അവൻ. ആ പാറ്റയുടെ കൂടെ വേറെയും 3 ഡീമൺ സ്ലേയേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അവരെന്തുകൊണ്ട് നീ കൊന്നില്ലെന്ന് ചോദിക്കുന്നു. മറുപടി ഒന്നും പറയാത്ത ആ ഡീമനെ കിബിക്സുജി ശിക്ഷിക്കുകയാണ്. അവനക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നു. മാത്രമല്ല അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഡീമൺ സ്ലേയേഴ്സ് കോർപ്പ് മൊത്തമായിട്ട് ഇല്ലാതാക്കണം എന്നാണ്. നീ ബ്ലൂ ലില്ലി പറിക്കാൻ പോയ സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് ആ ആഷറാസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടുള്ള കാര്യം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് നിന്നെ അങ്ങോട്ട് അയച്ചത്. എന്നിട്ട് ഒരു മനുഷ്യനെ കൊന്നിട്ട്, അതും ഒരു ആഷറ, ഒരൊറ്റ ആഷറയെ കൊന്നിട്ട് വലിയ കാര്യം പോലെ എന്നോട് വന്ന് സംസാരിക്കുകയാണോ? ഇനി മേലെ അത് എന്നോട് ചെയ്തു പോകരുതെന്ന് പറഞ്ഞ് അവനോട് അവിടെ നിന്നും പോകാൻ പറയുന്നു. അവൻ്റെ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ മൂസാൻ പണിഷ്മെന്റ് കൊടുത്തത് കൊണ്ട് തന്നെ റൂമിനകത്ത് നിന്നും എന്തോ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പം അങ്ങോട്ട് കയറി വരുവാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് അവിടെ യാതൊരു പ്രശ്നവുമില്ല, എല്ലാം പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. അവിടുത്തെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പഴയതുപോലെ ആയിട്ടുണ്ട്. അങ്ങനെ അക്കാസ അവിടെ നിന്നും പോവാണ്. എന്നാൽ പോകുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ ടാൻജിറോ പറഞ്ഞത് ഓർമ്മ വരുന്നു, നീ ഒരു ഭീരുവാണ്, നീ ഒരു ഭീരുവാണ്,
ഉറപ്പാണ് നീ ഒരു ഭീരുവാണെന്നുള്ള കാര്യം. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ മൂസാനോ അവനെ നോക്കി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ടാൻജിറോയെ കണ്ടുപിടിച്ച് കൊല്ലണമെന്നുള്ള ഒരു ചിന്തയിലിരിക്കുകയാണ് ഇപ്പോൾ അക്കാസ. അങ്ങനെ ടാൻജിറോയുടെ വാൾ അക്കാസയുടെ കയ്യിലുണ്ടായിരുന്നു. അതൊരു മരത്തിൽ കുത്തിവെച്ച് ടാൻജിറോടുള്ള ദേഷ്യം മൊത്തം ആ വാളിൻ്റെ മണ്ടയിൽ തീർക്കുവാണ് അക്കാസ. പിന്നീട് നമ്മൾ കാണുന്നത് ബട്ടർഫ്ലൈ ഹൗസ് ആണ്. അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സിസ്റ്റർ. ഇപ്പം അവരുണ്ടാക്കിയ ഫുഡ് ആരും എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. ആ മഞ്ഞുമുടി കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ സെനിറ്റ്സോ ആണത്. പുള്ളിക്കാരൻ അവിടെ ഉണ്ടാക്കിയ ഫുഡ് നൈസായിട്ട് എടുത്ത് കൊണ്ടുപോവാണ്. കൊണ്ടുപോകുന്നത് വേറെ ഒന്നിനുമില്ല, നമ്മുടെ ടാൻജിറോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൊണ്ടുവരുന്ന സമയത്ത് പറയുന്നുണ്ട് ടാൻജിറോ വളരെയധികം സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത് റെങ്കോക്കോ മരിച്ചതുകൊണ്ട്. ടാൻജിറോക്ക് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ലിനോസ്കി കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവനക്ക് അത്രയും സങ്കടം ഉണ്ടെങ്കിൽ ടാൻജിറോക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവും. അവനെ എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സ് മാറ്റണം എന്ന് പറഞ്ഞ് ആ ഫുഡെല്ലാം മോഷ്ടിച്ച് കൊണ്ടു കൊടുക്കുകയാണ് ടാൻജിറോക്ക്. ഹേയ് ടാൻജിറോ, ഞാനിതാ നിനക്ക് ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ടാൻജിറോയോട് പറയുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി, അതായത് ആ കൊച്ചു പെൺകുട്ടി പറയുന്നത് അയ്യോ ടാൻജിറോയെ കാണാനില്ല എന്ന്. എന്നാൽ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആ പെൺകുട്ടിയുടെ തല തട്ടി സെനിറ്റ്സോന്റെ മൂക്കടിച്ചു പോകുന്നുണ്ട്. മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. സെനിറ്റ്സോ അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടി ഞാൻ അറിയാതെ ചെയ്തതാണ്, സോറി ഞാൻ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് സെനിറ്റ്സോനോട് സോറി പറയുന്നു. സെനിറ്റ്സോയും കുഴപ്പമൊന്നുമില്ല, ഞാൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാണ് കരയുന്നതെന്ന് ആ കുട്ടിയോട് ചോദിക്കുന്നു. ആ കുട്ടി കാര്യം പറയാണ് ടാൻജിറോയെ കാണാനില്ല. സെനിറ്റ്സോ നോക്കുന്ന സമയത്ത് ടാൻജിറോയുടെ വയറ്റിന് മുറിവുണ്ടായിരുന്നു. ഇപ്പൊ അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് സെനിറ്റ്സോ. അപ്പോഴാണ് നമ്മുടെ ടാൻജിറോയെ കാണിക്കുന്നത്. അവനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പുറകിൽ തന്നെ നെസ്കോയും ഉണ്ട്. നെസ്കോയുടെ പെട്ടി ഉപയോഗിച്ച് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. അവന്റെ വയറിൽ മുറിവുണ്ടായത് കൊണ്ട് തന്നെ അവനിപ്പോൾ നല്ല രീതിക്ക് ഓടാൻ പറ്റുന്നില്ല. അവനൊരു കാക്കയെ ഫോളോ ചെയ്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഓടുന്നത് വേറെ എങ്ങോട്ടുമല്ല, റെൻഗോക്കോയുടെ വീട്ടിൻ്റെ അടുത്തോട്ടാണ്. റെൻഗോക്കോ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊരു ബുക്ക് ഉണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഹിനോഗാമി കാഗുറ എന്താണെന്ന് മനസ്സിലാവും. എൻ്റെ അച്ഛൻ അത് വായിക്കാറുണ്ടെന്നും അതുപോലെ അവൻ്റെ അച്ഛനോടും അവൻ്റെ അനിയനോടും പറയാനുള്ള കാര്യം റെൻഗോക്കോ ടാൻജിറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം തന്നെ പറയാൻ വേണ്ടി ഇപ്പോൾ ടാൻജിറോ റെൻഗോക്കോൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കുറേ നേരം ഓടി ഓടി അവസാനം അവൻ്റെ വയറ് വേദനയാവുന്നു. അവൻ നിലത്തിരുന്ന് പോവാണ്. കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്താണ് അവൻ കാണുന്നത് റെൻഗോക്കോൻ്റെ പോലെ തന്നെയുള്ള ഒരു കുട്ടി. അത് റെൻഗോക്കോൻ്റെ അനിയൻ സാൻജിറോ ആണെന്ന് ടാൻജിറോക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഹായ് സാൻജിറോ എന്ന് വിളിച്ചുകൊണ്ട് ടാൻജിറോ ആ സാൻജിറോൻ്റെ അടുത്തോട്ട് പോകുന്നു. എൻ്റെ പേര് ടാൻജിറോ കമാഡോ, ഞാനൊരു ഡീമൺ സ്ലെയർ ആണ്. ഡീമൺ സ്ലെയർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വരുവാണ്. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്ന് പറയുന്നു. പക്ഷേ ടാൻജിറോയുടെ മുഖം കണ്ടിട്ട് നീ എന്താ വല്ലാണ്ടിരിക്കുന്നതെന്ന് സാൻജിറോ ചോദിക്കുന്നു. ടാൻജിറോക്ക് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. ടാൻജിറോ എങ്ങനെ അവൻ്റെ ചേട്ടൻ മരിച്ചുപോയ കാര്യം ഞാൻ അവനോട് പറയുമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ടാൻജിറോ പറയാണ് നിങ്ങളുടെ ചേട്ടൻ മരിച്ചുപോയി, ഞാനും ഉണ്ടായിരുന്നു കൂടെ, പക്ഷേ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റിയില്ല, ഞാൻ കാരണമാണ് അവർ മരിച്ചത് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് എനിക്കത് നേരത്തെ അറിയാമായിരുന്നു, എന്നോട് ആ കാക്ക വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കാരണമൊന്നുമല്ല മരിച്ചത്, എൻ്റെ ചേട്ടൻ ഒരു നല്ല ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു സാൻജിറോ. എന്നാൽ ഇതേ സമയം തന്നെ സാൻജിറോയുടെ അച്ഛൻ വരുന്നു. അതായത് നമ്മുടെ റെൻഗോക്കോൻ്റെയും അച്ഛൻ വരുവാണ്. അങ്ങോട്ട് വന്നവിടെ തന്നെ ഹേയ് സാൻജിറോ, നിന്നോട് ഞാൻ പറഞ്ഞ പണി നീ കേൾക്കാതെ വഴിയിലൂടെ പോണവരൊക്കെ സംസാരിക്കുകയാണോ? അതും നിൻ്റെ ചേട്ടൻ റെൻഗോക്കോനെ പറ്റി. അവനൊരു ഭീരുവാണ്, അവനൊരു മണ്ടനാണ്, അവനെ കൊണ്ട് ഒരു കഴിവില്ല. അവസാനം അവനൊരു ഡീമൺ സ്ലെയറായി. ഇപ്പം ഏതോ ഒരു ഡീമൻ്റെ കൈ മരിക്കുകയും ചെയ്തു. അവൻ്റെ വിധി അതാണ്, അവനിക്ക് കഴിവൊന്നുമില്ലെന്ന് പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന ടാൻജിറോക്ക് ദേഷ്യം വന്ന് സ്വന്തം മകനെ പറ്റി ഇങ്ങനെ പറയുവാണോ, അത് മരിച്ചുപോയ നിങ്ങളുടെ മകനെ പറ്റി. ഇത് കേൾക്കുന്ന റെൻഗോക്കോയുടെ അച്ഛൻ പറയാണ് ഇതൊക്കെ എന്നോട് പറയാൻ നീ ആരാ? ഇത് കേൾക്കുന്ന ടാൻജിറോ പറയുന്നു എൻ്റെ പേര് ടാൻജിറോ കമാഡോ എന്നാണെന്ന് പറയുന്ന സമയത്ത് തന്നെ റെൻഗോക്കോയുടെ അച്ഛൻ ടാൻജിറോയുടെ കാതിലിരിക്കുന്ന ആ ഇയറിങ്സ് കാണുവാണ്. അതിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ പേരാണ് ഹാനാഫൂഡ ഹിയറിങ്സ്. ആ ഹിയറിങ്സ് കണ്ടോടെ തന്നെ റെൻഗോക്കോയുടെ അച്ഛൻ ഓ നീ ഒരു ഡീമൺ സ്ലെയർ ആണ്, അപ്പോൾ തീർച്ചയായിട്ടും നീ സൺ ബ്രീത്തിങ് ഉപയോഗിക്കുന്ന ഒരു ഡീമൺ സ്ലെയർ ആയിരിക്കും എന്ന് പറയുന്നു. ടാൻജിറോക്ക് ഒന്നും ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ തന്നെ വേഗം റെൻഗോക്കോയുടെ അച്ഛൻ വന്ന് ടാൻജിറോയെ നിലത്ത് താഴെ ഇടുന്നു. ടാൻജിറോക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഇങ്ങനെ എന്തിനാ എന്നെ വെറുതെ തല്ലുന്നേ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മാത്രമല്ല ഇങ്ങനെ നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും ശക്തിയായിട്ട് എന്നെ പിടിക്കണമെങ്കിൽ ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു എന്ന് ടാൻജിറോ ചിന്തിക്കുന്ന സമയത്ത് റെൻഗോക്കോയുടെ അനിയൻ വന്ന് ഏയ് അച്ഛാ അവനെ ഉപദ്രവിക്കല്ലേ, അവനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ, അവനെ ഉപദ്രവിക്കല്ലേ എന്ന് പറയുന്നു. എന്നാൽ അവൻ്റെ അച്ഛൻ നീ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് അവനെ തള്ളി താഴെ ഇടുന്നു. അവൻ്റെ മോന്തയ്ക്ക് ഒരു അടിയും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന ടാൻജിറോ അവൻ്റെ കാല് ഉപയോഗിച്ച് ഒരടി കൊടുക്കുകയാണ് റെൻഗോക്കോയുടെ അച്ഛന്. എന്നാൽ റെൻഗോക്കോയുടെ അച്ഛന് വലിയ കാര്യമായിട്ട് അതിൽ നിന്നും പറ്റുന്നില്ല. പുള്ളിക്ക് വളരെ നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയതുകൊണ്ട് പുള്ളി നൈസായിട്ടും ബാക്കിലോട്ട് മാറി നിൽക്കുന്നു. ടാൻജിറോ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ നിങ്ങളുടെ മകനെ തല്ലുവാണോ? അതും പരസ്യമായിട്ട് ആൾക്കാരുടെ
നിങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് പോരാത്തതിന് മരിച്ചുപോയ നിങ്ങളുടെ മകനെ പറ്റി നിങ്ങളെ ഓരോന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് റെൻഗോക്കോടെ അച്ഛൻ പറയുന്നു, നീ ഒരു സൺ ബ്രീത്തിങ് യൂസറാണ്, അതുകൊണ്ട് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. ഇത് കേട്ട് ടാൻജിറോക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്ത് തേങ്ങയാണ് ഈ പറയുന്നതെന്ന് അങ്ങേരോട് ചോദിക്കുന്നു. അങ്ങേര് പറയാണോ, നീ ഹാനഫുഡ ഇയറിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് സൺ ബ്രീത്തിങ് യൂസേഴ്സ് യൂസ് ചെയ്യുന്ന സാധനമാണ്. സൺ ബ്രീത്തിങ് ആണ് ആദ്യമായിട്ട് ഉണ്ടായത്. അതിൽ നിന്നാണ് ഫയർ, വാട്ടർ, വിൻഡ്, ബാക്കിയുള്ള എല്ലാ ബ്രീത്തിങ് ടെക്നിക്സും അതിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. എന്ന് വെച്ചാൽ സൺ ബ്രീത്തിങ്ങിൻ്റെ കോപ്പിയാണ് ബാക്കിയുള്ള എല്ലാ ബ്രീത്തിങ് ടെക്നിക്സും. ദ മോസ്റ്റ് പവർഫുൾ ബ്രീത്തിങ് ടെക്നിക്കാണ് സൺ ബ്രീത്തിങ്. അത് ഉപയോഗിക്കുന്ന ആളാണ് നീ. എന്നാൽ ഇതൊന്നും കേട്ട് നമ്മുടെ ടാൻജിറോക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എൻ്റെ കുടുംബവും സൺ ബ്രീത്തിങ്ങും തമ്മിൽ എന്താ ബന്ധം? എൻ്റെ കുടുംബം വെറും ചാർക്കോൾ വിറ്റ് ജീവിക്കുന്ന ഒരു കുടുംബമല്ലേ? ആ സാധാരണ കുടുംബത്തിലാണോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സൺ ബ്രീത്തിങ് ഒക്കെ ഉണ്ടാവുന്നത്? അപ്പോൾ ഹിനാഗാമി കാഗുറ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് റെൻഗോക്കോടെ അച്ഛൻ പറയുന്നത്, നീ ഒരു സൺ ബ്രീത്തിങ് യൂസർ, അതുകൊണ്ട് നിനക്ക് കുറച്ചധികം വാശി കൂടുതലായിരിക്കും, നീയാണ് വലിയവനെന്നുള്ള ഒരു തോന്നൽ നിനക്കുണ്ടായിരിക്കും, അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞ് ടാൻജിറോയെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞ് ടാൻജിറോ അങ്ങേരെ അടിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഇതേ സമയം തന്നെ റെൻഗോക്കോടെ അനിയൻ, ഏയ് വേണ്ട, അവർ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളാണ്, അവരാണ് ഇതിനു മുൻപ് ഫ്ലെയിം മാഷറായിട്ട് ഇരുന്നിരുന്നതെന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങുവാണ് നമ്മുടെ ടാൻജിറോ. അടി കൊണ്ട് ടാൻജിറോ സ്ലോ മോഷനിൽ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടാൻജിറോ റെൻഗോക്കോനെ പറ്റി ആലോചിക്കുന്നത്. മോസ്റ്റ് പവർഫുൾ ബ്രീത്തിങ് ടെക്നിക്കായിട്ടുള്ള സൺ ബ്രീത്തിങ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് അത് ഞാൻ അറിയാതെ പോയി. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും റെൻഗോക്കോ മരിക്കില്ലായിരുന്നു, എനിക്ക് ആ ഡീമണെ കൊല്ലാമായിരുന്നു, റെൻഗോക്കോനെ രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ടാൻജിറോ. പക്ഷേ ടാൻജിറോയെ അപ്പോഴും റെൻഗോക്കോടെ അച്ഛൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദേഷ്യം വന്ന് ടാൻജിറോ, എന്നെക്കൊണ്ട് എന്തുകൊണ്ട് അവരെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, ഞാനൊരു മണ്ടനായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരുടെ തലക്കിട്ടൊരു അടി കൊടുക്കുകയാണ് ടാൻജിറോയുടെ തല ഉപയോഗിച്ച്. അങ്ങേരും ടാൻജിറോയിൽ താഴോട്ട് വീഴുന്നു. കണ്ണു തുറക്കുന്ന ടാൻജിറോ കാണുന്നത് ഇപ്പോൾ റെൻഗോക്കോടെ അനിയനായിട്ടുള്ള സാൻജിറോയുടെ മുമ്പിൽ ഇരിക്കുകയാണ് ടാൻജിറോ. ടാൻജിറോക്ക് കുടിക്കാൻ ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ അടിച്ച് താഴെ ഇട്ടതിന് എന്നോട് ക്ഷമിക്കണമെന്ന് ടാൻജിറോ സാൻജിറോയോട് പറയുന്നു. ഇത് കേട്ട് സാൻജിറോ, അതൊന്നും കുഴപ്പമില്ല, ഇപ്പം അങ്ങനെ എഴുന്നേറ്റ് വീണ്ടും വെള്ളം അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, അതൊന്നും വലിയ പ്രശ്നമല്ല, നിങ്ങൾ എന്താണ് പറയാൻ വന്നത്, എൻ്റെ ചേട്ടൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് സാൻജിറോ ടാൻജിറോയോട് ചോദിക്കുന്നു. അങ്ങനെ റെൻഗോക്കോ ടാൻജിറോയോട് പറഞ്ഞ എല്ലാ കാര്യവും ടാൻജിറോ ഇപ്പോൾ സാൻജിറോയോട് പറയുന്നു. അത് കേട്ട് സാൻജിറോ കരയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ടാൻജിറോ സോറി ചോദിക്കുകയാണ്, നിങ്ങളുടെ ചേട്ടനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് സാൻജിറോ, അതൊന്നും കുഴപ്പമില്ല, ചേട്ടൻ്റെ വിധി അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു. അങ്ങനെ സാൻജിറോ റെൻഗോക്കോ പറഞ്ഞ ആ ബുക്ക് ടാൻജിറോക്ക് എടുത്ത് കൊടുക്കുകയാണ്. അതിലിപ്പോൾ സൺ ബ്രീത്തിങ്ങിനെ പറ്റി എഴുതിയിട്ടുണ്ടാവും, അതായത് ഹിനോഗാമി കാഗുറയെ പറ്റി എഴുതിയിട്ടുണ്ടാവും. ഹിനോഗാമി കാഗുറ എന്ന് പറയുന്നത് തന്നെ സൺ ബ്രീത്തിങ് ആണ്. അത് ഇപ്പോഴാണ് നമ്മുടെ ടാൻജിറോക്ക് മനസ്സിലായത്. ടാൻജിറോ ആ ബുക്ക് എടുത്ത് തുറന്നു നോക്കുകയാണ്. അത് കണ്ട് ടാൻജിറോ ആകെ അങ്ങ് ഷോക്കായിട്ട് അന്തം വിട്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആക്ച്വലി ഈ എപ്പിസോഡ് അവസാനിച്ചിട്ടില്ല, ഏകദേശം 50 മിനിറ്റ് വരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഈ ഫസ്റ്റ് എപ്പിസോഡ്. അതുകൊണ്ട് 2 എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചത്. കണ്ട് നിങ്ങൾക്ക് എന്നെ ബോറടിയും. സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.